ഇത് പറ്റിയത്? എന്റെ റബ്ബേ. പാപ്പച്ചി ആരും ഉപദ്രവിച്ചൊന്നും അല്ലല്ലോ. പാപ്പച്ചി കുളിമുറിയിൽ വീണതല്ലേ? കുളിമുറിയിൽ കാല് തെറ്റി വീണു. അങ്ങനെയാണല്ലോ മുറിവുണ്ടായത് അല്ലേ നസീർക്ക? ഇവൻ പറഞ്ഞത് ആരോ ഇരുട്ടത്ത് ഉപദ്രവിച്ചെന്നാണല്ലോ. അതാരാണെന്നാ ഞാനീ ചോദിക്കുന്നത്. അതാരാണെന്ന് എനിക്കെങ്ങനെ അറിയാനാ? നസീറിക്കോട് തന്നെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാവുമ്പോ ആ വന്ന ആളെ അറിയാൻ പറ്റില്ലോ. അതെ, കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. ദേ കിടക്കട കണ്ടല്ലോ. ഇനി നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. പറയുന്ന കേട്ട അനുസരണ അവിടെ നിന്നാ നിനക്കൊള്ളാം. ആ പിന്നെ ഇരുട്ടിൽ പതിയിരിക്കുന്നവരുടെ കാര്യം അതാരായിരിക്കും ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഉറപ്പ് വരുത്തണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യം കൂടി അറിയാനുണ്ട്. അതിന് ഞാൻ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. നീ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒന്നും പഠിച്ചില്ലല്ലേ? അവനോട് കുറച്ച് മയത്തിലൊക്കെ സംസാരിക്ക്. അവനെയുള്ളൂ ഇനി നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എല്ലാത്തിനും കാരണം മാമിയുടെ ഈ മകന്റെ നോട്ടം തന്നെയാ. എങ്ങനെയൊക്കെ ഞാൻ ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അറിയാലോ, നസീറിനാണ് മൂക്കത്താ കോപം. അപ്പൊ അവനോട് ഇത്തിരി നയത്തിലും തഞ്ചത്തിലും ഒക്കെ നിക്കണ്ടേ? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമ്മളെ നോക്കുന്നവർക്കൊപ്പം അല്ലേ നമ്മൾ നിക്കണ്ടേ? ഞാൻ എന്റെ ആങ്ങളുടെ മകളെ പോലെ അല്ല ഇവളെ കണ്ടിട്ടുള്ളത്. എന്റെ സ്വന്തം മോളെ പോലെയാ. അതെന്താ ഇവള് മനസ്സിലാക്കാത്തത്? ഇക്കാക്കാനെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഞങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനിനി ഒന്നും പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നില്ല കേട്ടോ.